17 ആനന്ദമാർഗി സന്യാസികൾ ആക്രമിക്കപ്പെട്ടു. കാറുകളിൽ നിന്ന് വലിച്ചിറക്കിയ ഈ സന്യാസിമാരെ CPM സഖാക്കൾ കല്ലും വടിയും കൊണ്ട് അതിക്രൂരമായി തല്ലിക്കൊന്നു. അതിനുശേഷം മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് തീവെച്ചു. പട്ടാപ്പകൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഈ കൊടും ക്രൂരത അരങ്ങേറിയത്. എന്നാൽ ഒരാൾ പോലും സാക്ഷി പറയാനായി മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ജനങ്ങൾ എത്രമാത്രം ഭയപ്പാടോടെയാണ് CPMനെ കണ്ടിരുന്നത് എന്നതിൻ്റെ തെളിവാണ്. സംഭവത്തിന് വെളിപ്പാടകലെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. പോലീസിനെ എങ്ങനെ തങ്ങളുടെ ക്രൂരതകൾക്ക് മുന്നിൽ നിഷ്ക്രിയരാക്കി ഇരുത്താമെന്ന CPMന് അറിയാം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്ത SFI DYFI നേതാക്കളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPM നേതാക്കൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയതും SIക്കെതിരെ SFI നേതാവ് കൊലവിളിച്ചതും DYFI നേതാവ് സ്റ്റേഷനുള്ളിൽ കയറി SIയെ മർദ്ദിച്ചതുമൊക്കെ കേരളത്തിലെ ഉദാഹരണം. എന്തായാലും ബിജോൺ സേതു വംശഹത്യയിൽ ഏറെക്കാലം പോലീസ് കേസ് പോലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നീട് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം ഇടപെട്ട് അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലം അന്വേഷണം നടത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. നാനൂർ വംശഹത്യയായിരുന്നു പിന്നീട് നടന്ന കൊടും ക്രൂരത. 2000 ജൂലൈ 17-ന് മുസ്ലിങ്ങളായ 11 കർഷകർ കൊല്ലപ്പെട്ടു. ഏതൊരു കൊലപാതകത്തിനു ശേഷവും CPM പറയുന്നൊരു ന്യായീകരണമുണ്ട്: ഈ കൊലപാതകത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന്. നാനൂർ വംശഹത്യയ്ക്ക് ശേഷവും ഈയൊരു ക്യാപ്സൂൾ പാർട്ടി ഇറക്കി കൈകഴുകാൻ ശ്രമിച്ചു. എന്നാൽ അബ്ദുൽ ഖാലേഖ് എന്ന ദൃക്സാക്ഷി തൻ്റെ മൊഴിയിൽ ഉറച്ചുനിന്നു. കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസുകാരായിരുന്നെന്നും അക്കാരണത്താലാണ് കൊലപ്പെടുത്തിയതെന്നും അബ്ദുൽ ഖാലേഖ് മൊഴി നൽകി. അതോടെ സഖാക്കൾ അബ്ദുൽ ഖാലേഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അയാൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പിന്നീട് കേസന്വേഷണം മന്ദഗതിയിലാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും 2004-ൽ കൊൽക്കത്ത ഹൈക്കോടതി ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. ഒടുവിൽ 2010-ൽ 4 CPM മെമ്പർമാരും 40 പ്രവർത്തകരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. പിന്നെയും നടന്നു CPM നേതൃത്വം നൽകിയ കൂട്ടക്കൊലകൾ ബംഗാളിലെ സിംഗൂരിലും നന്ദിഗ്രാമിലും. ബംഗാളിൽ CPMൻ്റെ അടിത്തറ ഇളക്കിയ കൊലപാതകങ്ങളായിരുന്നു സിംഗൂരിലും നന്ദിഗ്രാമിലും നടന്നത്. തങ്ങൾ ഭരിക്കുമ്പോൾ നാട്ടിൽ യാതൊരു വികസനങ്ങളും ഉണ്ടാകാനും പാടില്ല, എന്നാൽ തങ്ങൾ പല വികസനങ്ങളും നാട്ടിൽ നടപ്പിലാക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്യണം എന്നതായിരുന്നു ജ്യോതി ബസുവിൻ്റെ നിലപാട്. കേരളത്തിലെ പിണറായി വിജയനും ഇതേ നിലപാട് തന്നെയല്ലേ? 1600 രൂപ വീതം ക്ഷേമ പെൻഷനും വിധവാ പെൻഷനും കൊടുക്കാനില്ലാത്ത നാട്ടിൽ 67,000 കോടിയുടെ കേരയിലും ശബരിമല വിമാനത്താവളവും K-ഫോണും K-സവാരിയും AI ക്യാമറയും. K-ഫോണിൻ്റെയും K-സവാരിയുടെയും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊന്ന് നോക്കണം. ഒന്നും നടക്കില്ലെന്ന് പിണറായി വിജയനും അറിയാം, ജനങ്ങൾക്കും അറിയാം. പക്ഷേ കേരളത്തിലെ അന്തം കമ്മികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതെല്ലാം നടക്കുമെന്നാണ്. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെക്കുറിച്ച് ചർച്ചയ്ക്ക് വന്നപ്പോൾ ജ്യോതി ബാസു പറഞ്ഞത് ജനങ്ങൾ ട്രെയിൻ തട്ടി മരിക്കും, അതുകൊണ്ട് ആ പദ്ധതി ബംഗാളിൽ വേണ്ട എന്നാണ്. ജ്യോതി ബസുവിൽ നിന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് അധികാരം കൈമാറിയെത്തിയപ്പോൾ ബംഗാളിൽ പട്ടിണി മരണവും കർഷക ആത്മഹത്യയും അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു. ബംഗാളിലെ തേയിലത്തോട്ടങ്ങളിലെ 100ഓളം കർഷകർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് അതിരൂക്ഷമായ വിമർശനം നേരിട്ടുകൊണ്ടിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് വ്യാവസായികവൽക്കരണം നടപ്പാക്കൽ. ഇതിനായി സലിം ഗ്രൂപ്പിനെ നന്ദിഗ്രാമിലേക്കും ടാറ്റയെ സിംഗൂരിലേക്കും ക്ഷണിച്ചു. ഈ പദ്ധതികൾക്കാവശ്യമായ ഭൂമി കണ്ടെത്താൻ ബുദ്ധദേവ് നടത്തിയ ശ്രമങ്ങളാണ് ബംഗാൾ ഗ്രാമങ്ങളെ രക്തക്കളങ്ങളാക്കി മാറ്റിയത്. കർഷകർ മര്യാദയ്ക്ക് കൃഷി നടത്തിക്കൊണ്ടിരുന്ന ഭൂമിയിലാണ് ബുദ്ധദേവ് കണ്ണുവെച്ചത്. കേരളത്തിൽ കൃഷിഭൂമി നികത്തി വാഴ നട്ടപ്പോൾ ആ വാഴയെല്ലാം വെട്ടിനിരത്തി CPM വെട്ടിനിരത്തൽ സമരം എന്ന ആഭാസത്തരം നടത്തിയ അതേ സമയത്താണ് ബംഗാളിലും സമാനമായ സംഭവം നടന്നത് എന്നത് വെറും യാദൃച്ഛികമായിരിക്കാം. എന്നാൽ ജനങ്ങൾ തങ്ങളുടെ പാർപ്പിടത്തിനും കൃഷിഭൂമിക്കും വേണ്ടി പോരാടി. ഇതോടെ ആയുധധാരികളായ പാർട്ടി ഗുണ്ടകളും പോലീസും ചേർന്ന പാവപ്പെട്ട കർഷകരെ വെടിവെച്ചു കൊന്ന വിപ്ലവത്തിൻ്റെ പുതിയ അധ്യായം എഴുതി. ഇതുതന്നെയല്ലേ കേരളിന് സ്ഥലമേറ്റെടുക്കാൻ പിണറായി സർക്കാരും ചെയ്തത്? കേരളത്തിലായതുകൊണ്ട് മാത്രം പോലീസ് വെടിവയ്പ് നടന്നില്ല എന്നേയുള്ളൂ. നേതായി കൂട്ടക്കൊലയായിരുന്നു പിന്നീട് അരങ്ങേറിയത്. നന്ദിഗ്രാം കൂട്ടക്കൊലയിൽ നിന്ന് തങ്ങൾ ഒരു പാഠവും പഠിച്ചില്ലെന്ന നേതായിൽ നടന്ന കൂട്ടക്കൊലയിലൂടെ CPM തെളിയിച്ചു. ബംഗാളിൽ CPMന് ഒരു സായുധ സേനയുണ്ട്. ഹർമാദ് വാഹിനി എന്നാണ് ആ സായുധ സേനയുടെ പേര്. ഈ പാർട്ടി സായുധ സേന യഥാർത്ഥത്തിൽ ഒരു സമാന്തര പോലീസായിരുന്നു. പാർട്ടിക്ക് എതിര് നിൽക്കുന്നവരെ കൊന്നുതള്ളുകയും ഉന്മൂലന സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കുകയുമായിരുന്നു ഇവരുടെ ജോലി. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന കുടുംബങ്ങളിലെ യുവാക്കളെ പാർട്ടിയുടെ ഈ സായുധ സേനയിൽ ചേരാൻ നിർബന്ധിക്കും. എതിർക്കുന്നവരെ കൊന്നുതള്ളും. ഹർമാദ് വാഹിനിയിൽ ചേരാൻ വിസമ്മതിച്ചതിനാണ് 9 നിരപരാധികളെ CPM സഖാക്കൾ നേതായിൽ കൊന്നുതള്ളിയത്. 34 കൊല്ലത്തെ ഭരണം കൊണ്ട് വിദ്യാഭ്യാസവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും
അവരെ ഗുണ്ടകളാക്കി വളർത്തിയെടുക്കുന്നതിൽ CPM വൻ വിജയം കൈവരിച്ചു. 2014 ബുദ്ധദേവ് ഭട്ടാചാര്യ തങ്ങളുടെ കുട്ടികൾ നേതായിൽ കൂട്ടക്കൊല നടത്തിയത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞത് വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. ബംഗാളിലെ CPMന്റെ പതനം ഏതൊരു ജനാധിപത്യ വിശ്വാസിയെയും സന്തോഷിപ്പിക്കുന്നതാണ്. തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ജനാധിപത്യ മര്യാദകൾ തൃണവൽക്കരിച്ച് കായികമായി സാധാരണക്കാരെയും എതിർ പാർട്ടിക്കാരെയും നേരിടുന്ന ഏതൊരു പ്രത്യയശാസ്ത്രത്തിനും ഇത്തരമൊരു പതനമുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. ചോരപ്പുഴയൊഴുക്കുന്നതിലൂടെ മാത്രം ഒരു സംഘടനയ്ക്കും നിലനിൽക്കാൻ കഴിയില്ല എന്നതും ഒരു ചരിത്ര സത്യമാണ്. CPMന് പിന്നാലെ അധികാരത്തിലെത്തിയ തൃണമൂൽ കോൺഗ്രസും ബംഗാളിൽ നടത്തുന്നത് പച്ചയായ ഫാസിസ്റ്റ് ഭരണമാണ്. പണ്ടത്തെ CPM ഓഫീസുകളെല്ലാം മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നു. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളെ കിട്ടാതെ പരസ്യം ചെയ്യേണ്ട നിലവാരത്തിലേക്ക് താണിരിക്കുന്നു ബംഗാളിൽ CPM. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്നും ബംഗാളിൽ സമാധാനമില്ല. 34 കൊല്ലത്തെ CPM ഭരണത്തിൻ്റെ ബാക്കിപത്രമാണിത്. നിങ്ങളിത് കേൾക്കണം.